വെളിവുകേടൊക്കെ കേട്ടിട്ട് വന്ന് മാധ്യമങ്ങളെടുത്ത് പറയാനും മാത്രം അധപ്പതിച്ചു പോയോ കേരള പോലീസിന്റെ ഒരു കഴിവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കേരള പോലീസിന്റെ പവർ എന്ന് പറയുന്നത്? അവനെ കൊണ്ട് പറയിപ്പിക്കാനുള്ളൊരു കഴിവില്ലേ? ഇത്രയും കൊലപാതകം ചെയ്തിട്ട് അപ്പം ഇനിയിപ്പം നാളെ മുതൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നാളെ മുതലൊരു കടബാധ്യത വരും. എനിക്കിപ്പോൾ ഒരു കുറേ അധികം ക്യാഷിന്റെ കടബാധ്യത വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടുകാരെയും കൊന്നിട്ട് ഞാനും മരിക്കാമെന്ന് വിചാരിച്ച് എലിവേഷൻ കഴിച്ചിട്ട് പിന്നെ സ്റ്റേഷനിലോട്ട് വന്നങ്ങ് പറഞ്ഞാൽ മതിയോ, സാറേ ഇതുപോലെ ഞാൻ 6 പേരെ കൊന്നിട്ടുണ്ട്, ഞാനും എലിവേഷൻ കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? എലിവേഷൻ കഴിച്ച് മരിക്കാനായിട്ട് നിൽക്കുന്നവൻ എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോകണം? ഇതൊന്നുമല്ല ഇവിടുത്തെ സത്യങ്ങൾ. എന്താണ് സത്യം എന്നുള്ളത് പോലീസ് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ഇവൻ ഈ പറയുന്ന ന്യായങ്ങൾ കേട്ടുകൊണ്ട് ഇവനെ അംഗീകരിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നാളെ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമുക്കറിയാം, ഇത്രയും വലിയൊരു കേരളക്കരയെ നടുക്കിയ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഇതുവരെയും അതിന് കാരണം എന്താണെന്ന് പോലും അന്വേഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആ കാരണം കണ്ടെത്താൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വലിയ വീഴ്ച തന്നെയാണ്. ആ ഉമ്മ പറയുന്ന ഉമ്മ കട്ടിൽ നിന്ന് വീണു, എന്തൊക്കെയോ ദുരൂഹത നമുക്ക് അവിടെ നിന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്താണ് സംഭവം എന്നുള്ളത് എന്തായാലും